ഇതിനു വേണ്ടി സംസാരിച്ച ആളുകൾ തലയിൽ കൂടെ തുണിയിട്ട് കുഞ്ഞു നിൽക്കുക. കാരണം എന്തിനാ സംസാരിച്ചേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് വാദികൾ തമ്മിൽ ഒരു വശത്ത് കിടന്ന് ആടി കൂടി തമ്മി തല്ലി എന്തോന്ന് അറിയത്തില്ല. ഇപ്പുറത്താണെങ്കിലോ പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് തന്റെ വിജയത്തിലേക്കൂടെ പാത, അതായത് വിജയിക്കാനുള്ള ലക്ഷ്യസ്ഥാനം 99.9% പൂർത്തിയായിരുന്നു. കാരണം വാദികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചാവുമല്ലോ. അപ്പൊ പിന്നെ പുള്ളിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം വിക്ടിമുകളുടെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക്. ഇവരെ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിൽ പോലും സാമാന്യ ബോധമുണ്ടായിരിക്കണം എപ്പോഴും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഒന്നാണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, പാരലായിട്ട് തന്നെ പോവുക. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി നിങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കേണ്ട കാര്യം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറി തേച്ചൊട്ടിച്ച് ഇവിടെ നിങ്ങളുടെ അടി മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളായിട്ട് തന്നെ. അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് പോകാതെ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പരസ്പരം ചെളിവാരി തേക്കാതെ ഇരിക്കുക എന്നുള്ളൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയുടെ ചിരി ഇപ്പൊ എല്ലാവർക്കും മുഴങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കിയാ എന്നുള്ള. ഇപ്പം പുള്ളി ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പുള്ളി അവിടെ നിന്ന് ബിരിയാണിയൊക്കെ തിന്നോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ രക്ഷപ്പെട്ടു, 2 എണ്ണോ അടി കൂടി സാകട്ടടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, പ്രേക്ഷകരുടെ മുന്നിൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിൽ അമൃത സുരേഷ് ആണെങ്കിലും ഡോക്ടർ എലിസബത്ത് ഉദയൻ ആണെങ്കിലും രണ്ട് വിക്ടിമാണ്. ഈ വിക്ടിമുകൾ രണ്ടുപേരും എന്തനുഭവിച്ചു, ഒരാൾ കൂടുതൽ ഒരാൾ കുറച്ച് എന്നിവിടെ ആരും നോക്കുന്നില്ല. ഒരു വ്യക്തി 2 പെൺകുട്ടികളുടെ ജീവിതം വലിച്ചു കീറി പിച്ച് ചീന്തി ദൂരെ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അതീവ ലാഘവത്തോടെ അടുത്തൊരു പെണ്ണിനെയും കെട്ടി അടിപൊളിയായിട്ട് സൊസൈറ്റിയിൽ കിടന്ന് വിളങ്ങുന്നു. ഒരു പെണ്ണിനെ ലീഗലി കെട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഒരുപാട് പേർ ആ വലയിൽ ഇപ്പോഴും വീഴുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, അമൃത സുരേഷ് വർഷങ്ങൾക്ക് മുന്നേ വല്ലതും വന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പെൺകുട്ടികൾ വീഴില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം മാത്രം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന പോലുമില്ല. കാരണം ഇനിയും വീഴാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അമൃതയ്ക്ക് തെറ്റിപ്പോയ ഒരു ഭാഗം എവിടെയാന്ന് വെച്ചാൽ, അമൃതയ്ക്ക് അത് തെറ്റിപ്പോയി എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. നിയമപരമായിട്ട് നമ്മൾ ഒരു കേസായിട്ട് മുന്നോട്ട് പോയാൽ ഒരു റെസ്ട്രിക്ഷൻസ് അവിടെ ഓട്ടോമാറ്റിക്കലി വീഴും. നമുക്ക് മിണ്ടാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്ട്ലി സംസാരിക്കാമായിരുന്നു. നമ്മുടെ വായിൽ കിടക്കുന്ന നാവ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടേ സംസാരിക്കാവൂ എന്ന് ഇൻഡയറക്ട്ലി നമുക്ക് പറയാമായിരുന്നു. അത് അടുത്തൊരു പെൺകുട്ടി ഈ കുഴിയിൽ വീഴാതിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമല്ല, ഈ വ്യക്തി പ്രതി എന്താണ് എന്ന് സൊസൈറ്റിക്ക് മുന്നിൽ വലിച്ചു കീറി കാണിക്കാമായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ആ സൈബർ ബുള്ളിങ്ങിന്റെ പകുതിയെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ വേദനയുണ്ട്. കാരണം അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുവാണെങ്കിലും സൈബർ ബുള്ളിങ് ആയിരുന്നു. ഒരു കോവിഡ് വന്നാൽ പോലും സൈബർ ബുള്ളിങ്ങിനുള്ള ഒരു സീക്വൻസ് ഈ പ്രതി എടുത്തിടുമായിരുന്നു. കോൾ റെക്കോർഡ് ഞാൻ ഈ കുറച്ച് മുന്നേ കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടു, ഇന്നലെയൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടു. അതിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഈ വ്യക്തി മനഃപൂർവ്വം, അതായത് ഈ നടനുണ്ടല്ലോ, മനഃപൂർവ്വം അമൃത സുരേഷിനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു, എന്നിട്ട് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അമൃതയ്ക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ചോദിച്ച് അതിന്റെ റിപ്ലൈ പോലും ഇദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷെ ഇദ്ദേഹം ആദ്യം മുതലേ ടാർഗറ്റ് ചെയ്തിരുന്നു, ഇല്ല കാണിക്കില്ല എന്നൊരു ആൻസർ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് വീഴണം. അതങ്ങനെ തന്നെ പറ്റി. കാരണം ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. തൊട്ടിപ്പുറത്ത് ഇവൻ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇത് തന്നെ ആയിരിക്കും എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ആ കോൾ ചെയ്യുന്നു, അത് ലീക്കാക്കുന്നു. ആ കോൾ റെക്കോർഡ് നിങ്ങൾ കേട്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ കോവിഡ് വന്നാൽ സൈബർ ബുള്ളിങ് അമൃതയ്ക്ക്, അമൃതയുടെ പിറന്നാൾ വന്നാൽ സൈബർ ബുള്ളിങ്, പാപ്പുവിന്റെ പിറന്നാൾ വന്നാൽ അമൃതയ്ക്ക് സൈബർ ബുള്ളിങ്, പാപ്പുവിനും സൈബർ ബുള്ളിങ്, അനിയത്തി റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്താൽ സൈബർ ബുള്ളിങ്, കുടുംബം ഒന്നടങ്കം സൈബർ ബുള്ളിങ്. അമൃതയ്ക്ക് ഒരു പങ്കാളിയെ, ഒരു പാർട്ട്ണറിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമൃത സൊസൈറ്റിയുടെ മുന്നിൽ വെറും മോശക്കാരിയാവാണ്. കാരണം ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, അതായത് മാനസിക രോഗം മറച്ചു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ സൊസൈറ്റിക്ക് മുന്നിൽ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ഇടവേളകളിട്ട് ഇദ്ദേഹം തക്കം പാർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, സൈബർ ബുള്ളിങ്ങിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചെങ്കിലും രക്ഷപ്പെടാമായിരുന്നു ഇൻഡയറക്ട്ലി സംസാരിച്ചിരുന്നെങ്കിൽ.
ഈ ഒരു കാര്യത്തിലാണ് ഡോക്ടർ എലിസബത്തിന് ഒരു മാർക്ക് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത്. കാരണം ഈ വ്യക്തി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയ ആ നിമിഷം മുതൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇൻഡയറക്ട്ലി സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു സീരീസ് ആയിട്ട് ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതല്ലെങ്കിൽ NPD സീരീസ്, ഓരോ എപ്പിസോഡുകൾ കറക്റ്റ് 2ാമത്തെ എപ്പിസോഡ് ആയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഇവനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്, ഈ വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സൊസൈറ്റിക്ക് അപ്പോൾ മനസ്സിലായി ഇവിടെ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഡോക്ടർ എലിസബത്ത് ഉദയൻ ചെയ്തത് പ്രതി എന്ത് എന്ന് സൊസൈറ്റിക്ക് മനസ്സിലാക്കി കൊടുത്തു. ആ ഒരു കാര്യത്തിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഒരു മാർക്ക് എക്സ്ട്രാ പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? നിയമപരിരക്ഷകൾ തേടിപ്പോയപ്പോൾ വായ മൂടണം നമുക്ക്. ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്, അവിടെ ഒരു ചുവപ്പ് നാട വരുന്നുണ്ട്. പക്ഷെ ഇൻഡയറക്ട്ലി പറയാം പല രീതിയിലൂടെ. പക്ഷെ മൗനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബുദ്ധിപരമായിട്ടോ അതിനെ ആഢ്യതയായിട്ടോ അതിനെ മണ്ടത്തരമായിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോഴെങ്കിലും നമുക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് കാരണമായേക്കാം നമ്മുടെ മൗനം. മൗനം ഭേദിച്ചു കഴിഞ്ഞാൽ, ഭഞ്ജിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് സേഫായിട്ട് നിൽക്കാമായിരുന്നു. ഒരു സൊസൈറ്റിയുടെ മുന്നിൽ കുറ്റക്കാരിയായി എത്ര വർഷം നിങ്ങൾ ജീവിച്ചു. ഡോക്ടർ എലിസബത്ത് ഉദയന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നിയമപരമായിട്ട് പോകുവാൻ ഫാമിലി എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് മാനുഷികമായിട്ടൊന്ന് ചിന്തിക്കേണ്ട കാര്യം അത്യാവശ്യമാണ്. കാരണം പല ആളുകളും ഇപ്പൊ കമന്റ് സെക്ഷനിലാണെങ്കിൽ പല വീഡിയോസിന്റെയും കമന്റ് സെക്ഷനിൽ എന്തുകൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് പോകുന്നില്ല, നിയമപരിരക്ഷ തേടുന്നില്ല, ഞങ്ങൾക്ക് മടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊക്കെ കേസ് കൊടുക്കുക എലിസബത്തെ, കേസ് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. ഡെയിലി ഈ പെൺകുട്ടിയെ കൊണ്ട് ട്രാവൽ ചെയ്ത് കോടതി വരാന്തകളിലും അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഓഫീസുകളിലൊക്കെ പോകാൻ എത്ര പേർക്ക് സാധിക്കും? ഒരു പറ്റം ആളുകളുണ്ട് കൂടെ, പക്ഷെ ഒരു ഫാമിലിയുടെ സപ്പോർട്ടിന്റെ അത്രത്തോളം വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മാതാപിതാക്കളാണെങ്കിലും മുതിർന്ന 2 സഹോദരന്മാർ ഈ പെൺകുട്ടിക്ക് ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ അവരാണെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം. ഇത് ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഒരു ശരാശരി മലയാളികളുടെ വീട്ടിൽ നടക്കുന്ന സാധാരണ സംഭവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഒരു 10% ഞാൻ ഇതിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തിക്കുക. കാരണം പെൺകുട്ടികൾക്ക് എന്തു വന്നാലും സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, വെച്ചേക്കില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊരു 10% മാത്രമാണ്. അപ്പോൾ ഈ വാദികൾ തമ്മിൽ അല്ലെങ്കിൽ ഇരകൾ തമ്മിൽ ഒരിക്കലും ഒരടി ഉണ്ടാവരുതായിരുന്നു. ഈ ട്രയാങ്കിൾ ആയിട്ട് വരുന്ന എന്ത് സംഭവങ്ങൾക്ക്, അതിനിപ്പോൾ ലവ് സ്റ്റോറി ആണെങ്കിലും കേസ് ആണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും അവിടെ ഒരു അടി ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ അത് മനസ്സിലാക്കി നിങ്ങൾ പാരലായിട്ട് പോവുക. നിങ്ങൾ പരസ്പരം കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പം അഭിയാണെങ്കിൽ അഭിരാമി ഇപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു അമൃതയ്ക്ക്, അതായത് ചേച്ചിക്ക് കിട്ടാത്ത സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ് എലിസബത്തിന്. അത് ആ പെൺകുട്ടിയുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സഹോദരിയോടുള്ള സ്നേഹം. ആ പെൺകുട്ടി ഇപ്പം ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമൃത സുരേഷിന് എന്ത് പറ്റിയാലും അവിടെ അഭിരാമി ഉണ്ട്. അത് അവരുടെ ജീവിതം അങ്ങനെ ആക്കി വെച്ചതാണ് തന്റെ ചേച്ചിക്ക്. കാരണം ഈ പെൺകുട്ടിയുടെ അറിവ് വെച്ച സമയം മുതൽ ചേച്ചി അപകടത്തിലാണ്. ഈ ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്ത് അതൊരു ശീലമായി പോയി. മനസ്സിലായില്ലേ? അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പുറത്ത് ഡോക്ടർ എലിസബത്ത് ആണെങ്കിലും ഒരുപാട് സങ്കടങ്ങൾ, അതായത് ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറത്തേക്ക് ആഴക്കടൽ, സങ്കടത്തിന്റെ ആഴക്കടൽ വീണ് കഴിഞ്ഞാൽ പിന്നെ സങ്കടങ്ങളൊക്കെ ദേഷ്യമായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ചില സംസാരങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുറ്റപ്പെടുത്തലായിട്ട് വീണത്. ഡോക്ടർ എലിസബത്തിനെ ഒട്ടും കുറ്റം പറയാം. കാരണം ഇനി ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ വരുന്നത് ദേഷ്യത്തോടെ ആയിരിക്കും. അതാണ് ഒരു സ്ത്രീ. അവിടെ വരെ അവൾക്ക് പ്രതികരിക്കാൻ പറ്റൂ എന്ന് സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവളുടെ ചുറ്റുപാടുകൾ അവളെ പിന്നോട്ട് വലിക്കുകയാണ്. നിയമപരമായിട്ട് പോകണ്ട, നീ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാൽ മതി എന്ന് അവളുടെ പിന്നിലുള്ള കാര്യങ്ങൾ അവളെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അഭിരാമിയും സൈബർ ബുള്ളിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡോക്ടർ എലിസബത്ത് തന്നെ വെറുക്കുകയും ചെയ്യേണ്ട ആവശ്യം. അഭിരാമി അല്ലെങ്കിൽ അമൃതയെ സംബന്ധിച്ച് സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേ അറ്റം ഇരകളാണ് അവർ. മനസ്സിലായില്ലേ? ഈ ഒരു കേസിൽ വീണ്ടും അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഹോസ്പിറ്റലൈസ് ആയിരുന്ന സാഹചര്യത്തിൽ ഇവർ വിളിച്ച് കേസ് കൊടുക്കുക എന്ന് പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കാര്യം നിയമപരമായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ചില കാര്യങ്ങൾ തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു എങ്കിൽ അത്
രണ്ടാമത്തെ ഭാര്യ, ഈ പ്രതിയുടെ രണ്ടാമത്തെ ഭാര്യയെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എപ്പോ തോന്നുന്നു അവരത് പറയും. കാരണം എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട്, ഞാൻ എന്നാണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയ, എന്റെ ഫേസ്ബുക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീതി കിട്ടുമോ ഇല്ലയോ എന്ന്. സത്യം പറഞ്ഞാൽ ഈ കേസിന് നീതി എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാഴ്ചക്കാരോടാണ്, അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത്, എന്ത് നീതി? ഈ വ്യക്തിയെ ലൈഫ് ടൈം നിങ്ങൾ പ്രിസണിൽ പിടിച്ച് ഇടുമെന്നാണോ നിയമം? ഒരിക്കലുമില്ല. കൊലപാതകം കഴിഞ്ഞാൽ പോലും 90 ദിവസം കഴിഞ്ഞാൽ ബെയിലിനുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. അപ്പം മാക്സിമം ഒരു റിമാൻഡ് കാലാവധി ഒരു 14 ഡേയ്സിനുള്ളിൽ പുറത്തിറങ്ങുമായിരിക്കും. അതാണോ ജസ്റ്റിസ്? അതാണോ നീതി? അല്ല. 2 വർഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും, 2 വർഷം എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഇളക്കി കളഞ്ഞു വ്യക്തി, പിച്ച് ചീന്തി കളഞ്ഞു. തത്തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരം അവൾക്ക് കൊടുത്തിരിക്കണം. അവളെ ഫിസിക്കലി മെന്റലി യൂസ് ചെയ്തിട്ട് അവളെ കറിവേപ്പില പോലെ പുറത്തെറിഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വാരി കൊടുക്കുന്നു, കോരി കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സ്നേഹപ്രകടനങ്ങൾ കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ വ്യക്തിയെ ഒരു ഡിപ്രഷനിലേക്ക് തള്ളി വിട്ടു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം പൈസയായിട്ട് തന്നെ കൊടുക്കണം. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ എലിസബത്ത് ഉദയൻ നിയമപരമായിട്ട് പോകുന്നില്ല എന്ന് കരുതി ഡോക്ടർ എലിസബത്ത് ഉദയൻ അല്ലെങ്കിൽ ഈ വിക്ടിമുകളെ നിങ്ങൾ വെറുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിനി ഇത് കേൾക്കാൻ താല്പര്യമില്ല. ഇതെന്തുവാണ്, അമർചിത്ര കഥയോ? അതോ നിങ്ങളെ ത്രസിപ്പിക്കുന്ന, കോരിത്തെരിപ്പിക്കുന്ന വല്ല കഥാശകലങ്ങൾ ഇതിനകത്തുണ്ടോ? ശകലങ്ങളോ ഉണ്ടോ ഇതിനകത്ത്? ഇല്ലല്ലോ. ഇതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ ഒരു ഇമോഷണൽ കണക്ഷനോട് കൂടി കേൾക്കുക, അറിയുക. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ക്ലൈമാക്സ് ഇല്ല, ഈ സിനിമയ്ക്ക് ക്ലൈമാക്സ് ഇല്ലെങ്കിൽ ഞങ്ങൾ കാണണ്ട. മനസ്സിലായില്ലേ? പക്ഷെ ഇതിന് നീതി കിട്ടണം. ഇതിനുവേണ്ടി സംസാരിച്ച ഒരുപാട് ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനുവേണ്ടി സംസാരിച്ച ആളുകളെയും ഇതിനുവേണ്ടി എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത സൊസൈറ്റി ഒന്നടങ്കം ചെളിവാരി തേച്ചേക്കുവാണ് 2 വാദികളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി. കാരണം അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ ഈ 2 പേരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇപ്പം അമൃത അഭി അവരത്രമാത്രം സൈബർ ബുള്ളിങ് ഏറ്റിട്ടുണ്ട്. ഡോക്ടർ എലിസബത്തിനെ കുറിച്ച് പറയാൻ നിയമപരമായിട്ടുള്ള യാതൊരു പരിരക്ഷകളും. എന്ത് ചെയ്യണമെന്ന് ആ പെൺകുട്ടിക്ക് അറിയാൻ പറ്റുന്നില്ല. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇപ്പോഴും പറയാണ്, അവളുടെ ഫാമിലി മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ സംരക്ഷണയിൽ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനപ്പുറം നിയമപരമായിട്ട് പോകാൻ പാകത്തിനുള്ള ഒരു സപ്പോർട്ട് ആ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്നേ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ജസ്റ്റിസ്, അത് പിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിരുന്നത്. അതിൽ ഡോക്ടർ എലിസബത്ത് ഉദയനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. പക്ഷേ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നവർ ഇത് കേൾക്കണമേ. കാരണം സ്വന്തം മക്കൾക്ക്, പെൺമക്കൾക്ക് എന്തു വന്നാലും മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഓടി നടക്കേണ്ടത്. ചെറിയ കാലത്ത് ഈ കുഞ്ഞ് വീഴുമ്പോൾ അല്ലെങ്കിൽ വീണ് കാല് പൊട്ടുമ്പോൾ അല്ല അസുഖം വരുമ്പോൾ നിങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടില്ലേ? ഈ കുട്ടി തന്നെയല്ലേ വളർന്ന് വലുതായിരിക്കുന്നത്. അവളുടെ ജീവിതത്തിനെ തന്നെ, അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരറ്റം കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു നൂൽപ്പാലത്തിൽ കൂടെ നടക്കുമ്പോഴെങ്കിലും നിയമപരമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുഷ് ചെയ്യുക. കാരണം സപ്പോർട്ട് ചെയ്യേണ്ടവർ പിന്നോട്ട് മാറിയിരുന്നാൽ ഇര എന്തു ചെയ്യും? മനസ്സിലായില്ലേ? നമ്മുടെ മുന്നിൽ ഒരുപാട് ഇരകളുണ്ട്. ഭാവന, ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവും എന്നറിയത്തില്ല. ഭാവനയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കേസ് ഞാൻ എന്തുകൊണ്ട് ഭാവന എന്നൊരു പേരെടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവനയുടെ കേസിൽ നിങ്ങൾ പേപ്പറിലാണെങ്കിലും ഒക്കെ പലപ്പോഴും ഈ പെൺകുട്ടി വാദത്തിനൊക്കെ പോകുമ്പോൾ കോടതിക്കുള്ളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് വാദം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി, അത് അങ്ങനെയാണ്. ഒരു കേസ് ജയിക്കുക എന്നുള്ളത് വാദിയുടെയും പ്രതിയുടെയും ആവശ്യമായതുകൊണ്ട് പല ചോദ്യങ്ങൾ, പല രീതിയിൽ, പല ദിവസങ്ങൾ, ഒരു മാസത്തിൽ 30 ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് പോകേണ്ടി വരും. ഇതിന് ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റൂ എന്നുള്ളൊരു കാര്യം ദയവ് ചെയ്ത് ഇത് കേൾക്കുന്നവർ, കാണുന്നവർ, ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞവർ ഇത് മനസ്സിലാക്കണേ. ആരും ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോകരുത്. രാവിലെ ഞാൻ മൂപ്പന്റെ വീഡിയോ കണ്ടു. അതിൽ പുള്ളി വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം അതീവ വിഷമത്തോടെയാണ് പുള്ളി പറയുന്നത്. കാരണം ഈ വാദികൾ തമ്മിൽ അടിവെക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി സംസാരിച്ച ആളുകൾ തലകൂടെ തുണിയിട്ട് കുനിഞ്ഞു നിൽക്കുക. കാരണം എന്തിനാ സംസാരിച്ചേ? ആ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് എത്രമാത്രം ആളുകൾക്ക്, ഈ ബ്രദേഴ്സ് ഉള്ളവർക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്രദേഴ്സ് ഒന്നും ഇല്ലാത്ത
ആളുകൾക്ക്, അതായത് ഒരാൾക്ക് ഒരു പെൺകുട്ടി ഒരാൾ ചതിച്ചു എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഞാൻ നിന്റെ സഹോദരന്റെ സ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. നിങ്ങളുടെ ലക്ഷ്യം ഒന്നാണെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ പാരലായിട്ട് നിങ്ങൾ പോവുക. അതിനകത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേച്ച് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാണികൾക്ക്, ഇപ്പൊ കാഴ്ചക്കാർക്ക്, എനിക്കിപ്പോ രണ്ടുപേരുടെയും ഭാഗത്ത് ഒരുപാട് കുറ്റങ്ങൾ പറയാൻ സാധിക്കും, ഒരുപാട് ന്യായങ്ങളും പറയാൻ സാധിക്കും. അതല്ല, ഇപ്പോൾ രണ്ട് ഇരകളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണുനീരുകൾക്കും വില ഞങ്ങൾ ഒന്നാണ് തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം രണ്ടു കൂട്ടർക്കും ബോധ്യമായിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഒന്നാണെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പാരലായിട്ട് യാത്ര ചെയ്യുക. അവരൊറ്റ കാര്യം ചെയ്യുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മഹാന്മാരൊക്കെ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ, ഇവരൊക്കെ വലിയ ആളുകളാണ്, ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ സംസാരിക്കുമ്പോൾ ഇവരുടെ ജീവന് നഷ്ടമുണ്ട്, ഇവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഇവരുടെ പല കാര്യങ്ങൾക്കും ഇൻസെക്യൂർ ആക്കിക്കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു റിസ്ക് എങ്കിലും നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുക. നിങ്ങളുടെ കൂടെ എന്നും പൊതുസമൂഹമുണ്ട്. എത്ര പേര് ഞങ്ങൾ പോകുന്നില്ല, കേസിന് പോകാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികൾ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ കോമന്റ് സെക്ഷൻ നോക്കി ആ കോമന്റ് സെക്ഷനിലുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക. വികാര വിക്ഷോഭങ്ങളൊക്കെ അധികമായി നമ്മൾ ദേഷ്യത്തോട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞു നിൽക്കും. പക്ഷേ അതിനൊക്കെ ഒരു ഡെഡ് ലൈൻ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മലയാളികൾ എന്നും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. ഈ ഒരു കാര്യത്തിന് നീതി കിട്ടുന്നത് വരെ. ഇപ്പം മൂപ്പനാണെങ്കിലും ബാക്കി ഞങ്ങൾ നിർത്തുവാണെന്ന് പറഞ്ഞാലും അതായത് അവരുടെ മനസാക്ഷിക്ക് പറ്റത്തില്ല. കാരണം ഉള്ളിൽ നിന്നാണ് അവർ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവരുടെ മുഖം, അവരുടെ ഭാവം, അവര് ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതാണ് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഇന്ന ആള് സംസാരിക്കുന്നത് ഇന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ, അതൊരു സ്ക്രീൻ ടു സ്ക്രീൻ ആണെങ്കിലും ഡയറക്ട് ടു ഡയറക്റ്റ് ആണെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അതാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. കാണുന്ന കാഴ്ചക്കാരോടാണെങ്കിലും ഇതൊരു നാടകമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറുകളെ ത്രസിപ്പിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ടോ നിങ്ങൾ ഇതിനെ കാണരുത്. നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് വിക്ടിമുകൾ ഒരു കലയുടെ പേരിൽ ഒരു നായകൻ എന്നുള്ള ലേബലിൽ നിന്നുകൊണ്ട് പെൺകുട്ടികളെ ഓരോരുത്തരെയും ചതിച്ച് ചീന്തിക്കളയുന്ന ഒരു പ്രതിയെ സൊസൈറ്റിയുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളൊരു ഉദ്ദേശം, അത് പ്രാവർത്തികമാക്കുക. ഇവർക്ക് ജസ്റ്റിസ്, നീതി കിട്ടണം. നീതി എന്ന് പറയുന്നത് എത്രത്തോളം ഈ നീതി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതായിരിക്കണം നീതി, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രതി സൊസൈറ്റിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വരുന്നതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ആ ഒരു അറിവുകേട് കൊണ്ടായിട്ടങ്ങ്, കാരണം ഇത്രമാത്രം ചെറിയ പ്രായത്തിൽ അനുഭവിച്ചതല്ലേ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഇച്ചിരി മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ഒരിക്കലും കുറയരുത്. ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് ഉദയൻ, ജസ്റ്റിസ് ഫോർ അമൃത സുരേഷ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.